രണ്ട് ചായട്ടാ. കഴിക്കാൻ വല്ലതും വേണോ? എന്താ കഴിക്കാനുള്ള? ഇഡ്ഡലി, ദോശ, റൊട്ടിയൊക്കെ ഉണ്ട്. ഒരു കഞ്ഞി. ആ പോണെന്ന് ആരാണ്? നാളെ എങ്ങനെയാ ആ പോണതോ? ആളെ പണ്ട് ഇവിടെ പള്ളിയിലാണ് താമസിച്ചിരുന്നില്ലേ രാമചി വർഷമാൻ? എനിക്കറിയാം, അയാൾ എനിക്കറിയാം. ഞാൻ അതല്ല ചോദിച്ചത്, അയാളുടെ സ്വഭാവ. എന്തോ ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട എല്ലാവർക്കും, സ്വഭാവ സർട്ടിഫിക്കറ്റ്. ഒരു ചായ മധുരം കുറച്ച്. നല്ല സ്വഭാവം അല്ലാന്ന് എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആണുങ്ങളില്ലാത്ത വീട്ടിൽ 24 മണിക്കൂറും കയറി നടക്കില്ലല്ലോ. എന്താ സംഭവം? താൻ കാര്യം പറയടോ. ഇവിടെ അടുത്തൊരു പെണ്ണുണ്ട്, ഗൗരി. പണ്ട് ആത്മഹത്യ ചെയ്ത ഷിനുവിന്റെ ഭാര്യ. അവളെ എടുക്കല് ആരാണ് പോണത്? ആർക്കത് അറിയാത്തത്? അയാളുടെ കയ്യിൽ നല്ല കാശുണ്ട്, അവൾക്കാണെങ്കിൽ കാശ് ആവശ്യമുണ്ട്. ആ രണ്ട് കുട്ടികളുടെ കല്യാണം അയച്ചോട്ടെ അയാളാ. പോത്തിന്റെ കടിയും മാറി, കാക്കയുടെ വിഷമവും മാറി. അയാളുടെ ഭാഗ്യം. അയാളുടെ അവിടെ വരച്ചത് നമ്മൾ എവിടെയെങ്കിലും വരച്ചാൽ മതിയായിരുന്നു. വയസ്സായ കാലത്ത് അതുകൂടി വേണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും അവളൊരു വരാലഞ്ഞേട്ടാ. നിങ്ങക്ക് നാണല്ലേ കണി കണ്ട പെണ്ണുങ്ങളുടെ അപവാദം പറയാൻ? അപവാദമൊന്നല്ല, അതൊക്കെ കണ്ടവരുണ്ട്, ദൃക്സാക്ഷികളുണ്ട്. വെറുതെ തോന്നിയ ദിവസം പറയരുത് നിങ്ങള്. ഇതിപ്പോ തന്റെ പങ്ങളെ പറഞ്ഞ മാരുണ്ടല്ലോ, ഇതൊക്കെ അറിയാവുന്നവരുണ്ടോ? ഇതാ വെറുതെ ന്യായീകരിക്കാൻ നിൽക്കണ്ട്. എന്താ ജേക്കബേ, എന്താ പ്രശ്നം? തല്ലാവോ? ഇല്ല സാർ, ഇരിക്കും. താങ്ക് യു. ഏയ്, ഞങ്ങളിത് വെറുതെ പറഞ്ഞതാ. ആ ചത്തുപോയതിന്റെ ഭാര്യയല്ലേ അവള്? പോക്ക ഇവിടെ ആർക്കറിയാത്ത? കാണാന്നുള്ള തെളിയാ. അവന്റെ ഒരു ഭാഗ്യം. നീ വന്നേ, നമുക്ക് പോവാ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവളൊരു തറവാട് സ്റ്റേറ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പുറത്തേക്കല്ലേ, അകത്തെന്താണെന്ന് ആർക്കറിയില്ലല്ലോ. എല്ലാവരും ചായ. നാട്ടുകാര് പറയുന്നത് പോട്ടെ, എനിക്കറിയേണ്ടതേ നിങ്ങൾ തമ്മിൽ എങ്ങനെ വല്ല അടുപ്പുണ്ടോ? വെറുതെ പറയില്ലല്ലോ ആശേ, നമ്മളോട് തന്നെ എത്ര പേര് ചോദിച്ചു. എന്റെ പൊന്ന് ജയചേച്ചിയെ, 1000 കൊടുത്തിന്റെ വായ അടയ്ക്കാം, ഒരു അര മനുഷ്യന്റെ വായ അടയ്ക്കാൻ പറ്റൂ? നീ ഒരു ഭർത്താവില്ലാണ്ട് നിൽക്കുന്ന പെണ്ണ, നിന്റെ സാഹചര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം. എന്തൊട്ട് സാഹചര്യം? ഈ നാട്ടില് ഒറ്റയ്ക്ക് താമസിക്കുന്ന എന്തോരം പെണ്ണുങ്ങളുണ്ട്, ഇവൾക്ക് മാത്രം എന്താ അത്ര പ്രത്യേകത? പറഞ്ഞു നിങ്ങൾ ഇത് എവിടേക്ക് കൊണ്ടുപോണേ? ഞാൻ വല്ലാണ്ട് തെറ്റ് ചെയ്ത പോലെ ഉണ്ടല്ലോ നിങ്ങളുടെ വർത്താനം. തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗൗരി ഞങ്ങൾ ഈ പറയുന്നത്. ഈ പ്രായത്തിന്റെ അപകടം നിന്നേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അവിടേക്ക് തന്നെ പോണ കാര്യങ്ങള് എന്റെ പൊന്നാ ചേച്ചിയെ, ഞാൻ അതൊന്നല്ല ഉദ്ദേശിച്ചത്. പിന്നെ നീ എന്തൊക്കെ ഉദ്ദേശിച്ചേ? നിനക്ക് അയാളെ കല്യാണം കഴിക്കണം, അതല്ല വേണ്ടത്. അതല്ല വേണ്ടത്, ഞാൻ വിവാഹത്തിന്റെ മൂട്ടിട്ടൊന്നല്ല നിൽക്കണത്. എനിക്കൊരു കാര്യം അറിയണ്ടോ, എനിക്ക് ഈ പ്രായത്തിൽ വിവാഹം കഴിക്കാൻ പറ്റൂ? അഥവാ ഞാൻ ഈ പ്രായത്തിൽ കല്യാണം കഴിക്കണത് തന്നെ നിങ്ങൾക്ക് രണ്ടാൾക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റൂ? ഞാൻ നിൽക്കില്ല കേട്ടാ, ഈ നാണം കെട്ട പരിപാടിക്കൊന്നും ഞാൻ നിൽക്കില്ല. സ്നേഹ അടുപ്പൊക്കെ വേറെ തന്നെ. എന്റെ പൊന്ന് ജയ, ഇതിലൊക്കെ എന്ത് നാണക്കേട്. ഞാൻ പറയണെങ്കിലേ, നീ ധൈര്യമായിട്ട് വിവാഹം കഴിച്ചോ. ജീവിതം ഒന്നാണല്ലോ, സന്തോഷമായിട്ട് ഇനിയുള്ള കാലം ജീവിക്കാൻ നോക്കമോളെ. ഇതിനുള്ള മക്കള് സമ്മതിക്കുന്നു തോന്നുന്നുണ്ട് ആശേ? ഇവളുടെ അല്ലേ മക്കള് കുഴി വെട്ടി കുഴിച്ചു മൂടും ഇവിടെ. അത് ശരിയാ, അതൊരു വിഷയാണ്. പിന്നെ നിന്റെ ബന്ധുക്കള്, പോരാത്തതിന് നമ്മുടെ നാട്ടുകാര്. എളുപ്പല്ല മോളെ നിന്റെ ഈ കല്യാണം നടത്താൻ. പറയാനൊക്കെ എളുപ്പാ, പ്രാക്ടിക്കലാവാനാണ് ബുദ്ധിമുട്ട്. ഓ മാഷുണ്ടല്ലോ. ആ മാഷേ, ഞാൻ മാഷെ കാണാൻ വരാ. എന്താ ഗൗരി? ഞാൻ മാഷിനെ കണ്ടിട്ട് കുറെ നാളായി. ഞാൻ അങ്ങനെ കാര്യമായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാറില്ല. എന്താ ഗൗരി പ്രത്യേകിച്ച്? മാഷെ, എനിക്കൊരു കാര്യം പറയാണ്ട് മാഷെ. എന്താ ഗൗരി, പറയൂ. പറയാൻ എനിക്കൊരു ചമ്മലുണ്ട്. സമ്മലൊന്നും വേണ്ട, പറഞ്ഞോളൂ. മാഷെ, തെറ്റിദ്ധരിക്കരുത്. വിവാഹം കഴിഞ്ഞ 2 പെൺകുട്ടികളുടെ അമ്മ, വിധവയും കൂടിയാണ്. അവർക്ക് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ പറ്റുമോ മാഷെ? കുട്ടിയുടെ കാര്യമാണോ പറയണേ? ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഈ നാട്ടുകാരാലോചിക്കുമ്പോ പേടി. ഒരു പേടിയും വിചാരിക്കണ്ട ഗൗരി. അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതെന്ന് ഞാൻ പറഞ്ഞു. കുട്ടികളുടെ അച്ഛൻ പോയിട്ടാണെങ്കിൽ 10-21 വർഷമായി. മക്കളാണെങ്കിൽ നല്ല നിലയിലാവുകയും ചെയ്തു. എത്ര കാലം വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക്. നന്നായി, നല്ല തീരുമാനം. പിന്നെ നാട്ടുകാര് അവര് വിട്, അവരെന്ത് പറയുന്നു നോക്കിയിട്ട് കാര്യമില്ല. എന്നാ പോട്ടെ പക്ഷെ. പയ്യനാരാന്ന് പറഞ്ഞില്ല? എനിക്കറിയുന്ന ഒരാളാണ്, പക്ഷെ ഞങ്ങൾ ഇതുവരെ പരസ്പരം ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല.
ഞാൻ സംസാരിക്കണോ? ഞാൻ വേണമെങ്കിൽ സംസാരിക്കാം. നിന്നെപ്പറ്റി എല്ലാവരും എനിക്കറിയാം. എൻ്റെ ക്ലാസ്സിലെ ഏറ്റവും നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു നീ. എൻ്റെ ഇത്ര നാളത്തെ ജീവിതമൊന്നും എനിക്കറിയാം. നിനക്ക് നല്ലത് വന്ന് കാണുന്നതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഞാൻ സംസാരിക്കാം. ശരി മാഷെ, ശരി, ഞാൻ വരാം. മോളെ ഗൗരി, ഒരു മിനിറ്റ്. ഇത് 2026. നിനക്ക് ചിറക് തന്നിട്ടുള്ള പറക്കാനാ. ചിറകരിയാൻ ഒരുപാട് ആളുണ്ടാവും. പക്ഷെ പറക്കണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നീയാണ്. നാരായണേട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ എന്താ പറയാ ഗൗരി? ഗൗരി പറഞ്ഞതിന് ഞാനും ആലോചിക്കണത്. ഞാൻ പറഞ്ഞത് ഇഷ്ടായില്ലെന്നുണ്ടോ? നാട്ടുകാരെന്തെങ്കിലും പറയുന്നു വിചാരിച്ചിട്ടാണോ? നാട്ടുകാരെ എനിക്ക് പേടിയില്ല. പക്ഷെ ഗൗരിയുടെ മക്കളെ ഞാൻ പറഞ്ഞ മനസ്സിലാക്കിയേക്കൊണ്ട് അതാലോചിച്ച് നാരായണ ടെൻഷൻ അടിക്കണ്ട. എന്നാലും ഈ വയസ്സാം കാലത്ത് ഗൗരി പെട്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഷോക്കായി പോയി ശരിക്കും. ഞാൻ കുറെ നാളെ പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് പേടിച്ചിട്ട് പറയേണ്ടിയിരുന്നത്. പിന്നെങ്ങനെയാ ഇപ്പൊ ധൈര്യം വന്നേ? ധൈര്യം അതൊക്കെ അങ്ങനെ വന്നു. ഞാൻ പലരോടും ചോദിച്ചു, ആരും എനിക്ക് കറക്റ്റ് ആയിട്ട് മറുപടി തന്നില്ല. എന്റെ കാര്യ നാരായണേട്ടന്റെ പേര് ഞാൻ പറഞ്ഞില്ല. ഈ പ്രായത്തിലെ വിവാഹം കഴിക്കാൻ പറ്റുമോന്ന് ഞാൻ ചോദിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? പലരും പല അഭിപ്രായം പറഞ്ഞേ. മാഷ് പറഞ്ഞു പോയി കല്യാണം കഴിക്കാൻ. ഏത് മാഷ്? ആ കല്യാണരാമൻ, എന്നെ പഠിപ്പിച്ച മാഷാ. എനിക്കറിയാം, രാമമാഷല്ലേ. അതനുഭവിച്ച് പറഞ്ഞാവൂ. ഭാര്യ മരിച്ചിട്ട് പൊറ്റയ്ക്ക. എന്തായാലും മാഷിന് നാവ് പൊന്നാവട്ടെ. എനിക്കും നിന്നെ ഇഷ്ടമാണ് ഗൗരി. ഞാനത് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. നല്ല ആളാ. ഈ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ എന്തോരം കൊതിച്ചു അറിയോ. എനിക്ക് എല്ലാവരും പേടിയ ഗൗരി. ഞാനിവിടെ സ്ഥിരം വന്നിരുന്ന ഒരാളല്ലേ. എനിക്കും ഒരു ആശ്വാസമായിരുന്നു നിങ്ങളൊക്കെ. അതില്ലാതാവോ എന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. അതാ ഞാൻ മനസ്സ് തുറക്കാതിരുന്നത്. ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഒരു കൂട്ട് വേണം ചിന്തിക്കണത് തെറ്റല്ലല്ലോ നാരായണേട്ടാ. ഇപ്പഴാ അതിന്റെ യോഗ ഇരിക്കണം. അല്ല, എനിക്കറിയാൻ മേലാണ് ചോദിക്ക. അമ്മയ്ക്ക് വയസ്സായിട്ട് എന്തിന്റെ കേടാണ്? മനുഷ്യന് തല നിവർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥ അറിയാവോ? ഇതറിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയതാ വീട്ടിലെ കലാപം. ഇതെല്ലാം അറിയണോ അമ്മയ്ക്ക്? ഇന്നലെ മുതൽ തുടങ്ങിയതാ അവിടുത്തെ വീട്ടിലെ തള്ളേന്റെ അടക്കം. നിങ്ങൾ പറഞ്ഞെന്നറിയോ? പിടിച്ചിന്ന് അമ്മ ഇത് എന്ത് ഭാവിച്ചിട്ടാ? മറ്റുള്ളവരുടെ മുഖത്ത് ഞങ്ങൾ എങ്ങനെ നോക്കുക? ഒന്നില്ലെങ്കിലും മാറ്റം കുടുംബത്തിൽ കഴിയണ പെൺകുട്ടികളല്ലേ നിങ്ങള്? ഞാനിപ്പോ എന്ത് ചെയ്തു നിങ്ങൾ പറയണേ? ഒന്നും ചെയ്തില്ലേ? ഒന്നും ചെയ്തില്ലേ അമ്മ? ഈ 3 മാസം ചെയ്യുന്നേക്കുമ്പോ ഞങ്ങളുടെ 2 മക്കളെ കുറിച്ച് വല്ലതും ആലോചിച്ചാ? വീട്ടില് സ്ഥിരമായിട്ട് ഒരാൾ വരിക, അയാളുമായിട്ട് ബന്ധം വെക്കുക, എന്നിട്ട് നാട്ടുകാരെ കൊണ്ട് മുഴുവൻ പറയിക്ക. മുന്നേ ഞാൻ പറഞ്ഞ ഈ വരവും പോക്കും വേണ്ടാന്ന്. ഈശ്വരനെ വടിവെട്ടി അറിയല്ല മക്കളെ. ഈ വീടിന് വേണ്ടി എന്തോരം ഉപകാരം ചെയ്തിട്ടുള്ളതാ നാരായണേട്ടൻ. അത് ഇല്ലാന്ന് പറയില്ല എന്ന് വെച്ചാൽ ആരും അത് മുതലാക്കാൻ നോക്കരുത്. ആരും മുതലാക്കിയതാ നിങ്ങളീ പറയണേ? നാരായണേട്ടനാ പാവാ മനുഷ്യ കേൾക്കും കൂടി വേണ്ട. അല്ല, അമ്മേന്റെ ഉദ്ദേശം എന്താ? വിവാഹം കഴിക്കാൻ തന്നെയാണോ തീരുമാനം? മക്കളൊന്ന് സമാധാനാവ്. അമ്മയൊന്ന് പറയട്ടെ. നിങ്ങൾ ഇനി ഒന്നും പറയണ്ട. ഈ കാര്യം വെച്ച് വേറെ വല്ലതും ഉണ്ടെങ്കിൽ പറയും. അപ്പൊ രണ്ടും കൽപ്പിച്ചാലേ മക്കള്? ഞാൻ പറയണ ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല അല്ലേ? ഇതുവരെ പറഞ്ഞ കേട്ടില്ലേ? ഇനി സൗകര്യമില്ല ഞങ്ങൾക്ക് കേൾക്കാൻ. അതെ, അമ്മയ്ക്ക് പ്രാന്താണെന്ന നാട്ടുകാര് പറയണേ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കാൻ. കാമഭ്രാന്ത്. അത് മാത്രോ? അത് നാട്ടുകാരെന്താ പറഞ്ഞു നടക്കണെന്നറിയോ? നമുക്ക് പലരായിട്ട് ബന്ധമുണ്ടെന്നാണ്. ചേച്ചി കേട്ടായിരുന്നു അത്? നാണക്കേട്. ഒരു മുഴ കയറ് കിട്ടി കെട്ടി തൂങ്ങി ഞാൻ. നോക്കിക്കോ നിങ്ങള്. നീ ഇതിന്റെ പേരിൽ മക്കള് വഴക്കൂടണ്ട. ഞാനിനി ഒന്നിരിക്കൂല. പിന്നെ മക്കള് പറഞ്ഞ അമ്മയുടെ കാമപ്രാന്തല്ലേ? അച്ഛൻ പോണ കാലത്ത് നിങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നു. അമ്മ ചെറുപ്പം എന്ന് പറഞ്ഞാ നിങ്ങളെക്കാൾ മുറ്റി നിൽക്കുന്ന പ്രായം. അന്നില്ലാത്ത കാമൊന്നും ഇന്ന് എനിക്കില്ല മക്കളെ. അത് വിടമ്മേ, അത് അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ. പക്ഷെ ഇങ്ങനെ തീരുമാനം എടുക്കുമ്പോ ഞങ്ങൾ മക്കളെ കുറിച്ച് അമ്മ ഓർക്കണ്ടായിരുന്നു. നിങ്ങളെയൊക്കെ ഓർത്തോണ്ട് തന്നെ മക്കളെ അമ്മ ഇത്ര നാളും ജീവിച്ചിരുന്നത്. പൊന്നു പോലെ ഞാൻ എന്റെ മക്കളെ നോക്കിയില്ലേ? നിങ്ങൾക്ക് ആവശ്യമുള്ള വിദ്യാഭ്യാസം ഒക്കെ തന്നില്ലേ? സുരക്ഷിതമായ കൈകൾ നിങ്ങൾ 2 പേരെ ഏൽപ്പിച്ചു. ഇതിൽ പോലും ഒരു അമ്മയ്ക്ക് എന്റെ മക്കൾക്ക് വേണ്ടി ചെയ്തു തരാള് നിങ്ങൾ പറ.
ഞാനിനി എന്താ ചെയ്തു തരണ്ട് നിങ്ങൾക്ക് വേണ്ടിട്ട്? എന്റെ മക്കൾക്ക് അറിയാൻ വേണ്ടി അമ്മ പറഞ്ഞതല്ല. നിങ്ങളുടെ അച്ഛനായിട്ടുള്ള 8 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ അടിയും കുത്തും അല്ലാതെ സന്തോഷിച്ചു വെക്കാൻ എനിക്ക് ആകെ തന്നത് എന്റെ 2 മക്കൾ മാത്രമാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ നിങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട്. വലുതായി വരുമ്പോ മക്കൾ അമ്മയ്ക്ക് തണലാവെന്ന് വിചാരിച്ചു. എവിടെ തണലായത്? എല്ലാവർക്കും സ്വന്തം ജീവിതമായപ്പോ കാര്യം നടക്കാൻ മാത്രം ഒരു അമ്മ. എപ്പോഴെങ്കിലും എന്റെ മക്കൾ അമ്മയോട് ചോദിച്ചിട്ടുണ്ടോ അമ്മയ്ക്ക് സുഖാണോന്ന്? ചോദിച്ചിട്ടുണ്ടോന്ന് മക്കള് പറ. നല്ല പ്രായത്തിൽ അമ്മ വിവാഹത്തെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. പിന്നെ ഇപ്പോ അമ്മയ്ക്ക് വയസ്സായി തുടങ്ങിയിരിക്കുന്നു മക്കളെ. ഒറ്റപ്പെടലുകൾ അമ്മയെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുന്നു. പോവാൻ വരട്ടെ, 1 മിനിറ്റ്. ഒന്നും മറക്കരുത് നിങ്ങളുടെ 2 പേരുടെ കല്യാണത്തിന് നിങ്ങളുടെ കൈ പിടിച്ചു തന്നത് ആ നാരായണേട്ടനാ. നിങ്ങൾ ആ മനുഷ്യനെ കാലിൽ കുമ്പിടുമ്പോ എന്റെ മക്കളെ വിളിച്ചത് അച്ഛാന്നാ. ആ വിളി അമ്മ മറന്നിട്ടില്ല, എന്റെ മക്കളെ മറക്കരുത്. പോയിക്കോ നിങ്ങള്. ആരില്ലാത്തവർക്ക് ദൈവം തോണം. ആ മോനോ അവര് പോണെങ്കിൽ പോട്ടമ്മേ. അമ്മ എന്തിനാ വിഷമിക്കുന്നു? അമ്മ ഈ പറയണമെന്നൊക്കെ ഞാൻ പുറത്തിരുന്ന് കേട്ടു. അമ്മയ്ക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ നടത്തി തരില്ലേ? അമ്മ സന്തോഷമായിട്ട് ചെയ്യും. എന്നാലും എന്റെ മക്കളില്ലാതെ മോൻ എന്നാ പോണേ? ഞാൻ ഈ ആഴ്ച തന്നെ പോവാമ്മേ. എല്ലാരും വെറുപ്പിച്ചിട്ട് വേണ്ട മോനെ, എനിക്ക് മാത്രമായിട്ടൊരു ജീവിതം വേണ്ട. അല്ല ശരിയാവും, ഒരു വണ്ടിയിലുണ്ട്, ഞാൻ പോയിട്ട് വരാം. ശരി മോനെ. അത് ശരി. അപ്പൊ നിന്റെ വിവാഹ കാര്യം ഞങ്ങള് നാട്ടുകാര് പറഞ്ഞിട്ട് വേണല്ലോ അറിയാൻ. അതിന് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ലോകം മുഴുവൻ പാട്ടായിട്ട് ഇനി എന്ത് തീരുമാനം? ഇവിടെ അങ്ങനെ ആരും ഒരു തീരുമാനം എടുത്തിട്ടില്ല. എടുക്കണെങ്കിൽ ഞാനാ എടുക്കണ്ടേ. അതിന് എനിക്ക് ആരുടെ അനുവാദം ആവശ്യമില്ല. അത് ശരി. പിന്നെ ഞങ്ങൾ എന്തിനാ വന്നേ? ഇത് പറയാൻ താനാരാ? തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. മോളെ, നീ എല്ലാരും വാശി പിടിക്കരുത്. നീ കാണാത്തത് പലതും ഇവിടെ ഉണ്ട്. അത് വിട്. നീയേ എന്റെ അനിയന്റെ ഭാര്യ. ഇവിടെ എന്തേലും നടക്കണ്ടെങ്കിലേ ഞങ്ങളും കൂടെ അറിയണം. എന്നാ കേട്ടോ, ഞാൻ വിവാഹം കഴിക്കാൻ പോവാ. എല്ലാരും കുടുംബസമേതം വരണം. എന്തേ ഈ ആൾക്കാരെ കളിയാക്കണോ? ചെകിടി ഞാൻ അടിച്ചു പഠിക്കും. കണ്ടേ എടിപോടിയുള്ള വീടൊക്കെ ഇല്ലേ സ്വന്തം വീട്ടില്. ഇത് ഗൗരിയുടെ വീടാ. ഇവിടെ കയറി ഭരിക്കാമെന്നുണ്ടെങ്കിലേ എന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം ഞാൻ. സ്വന്തം അനുജനുള്ളപ്പോ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആരും. പിന്നെ ഇപ്പൊ വന്നതിന്റെ ഉദ്ദേശം എനിക്കറിയാം. അറിയാലോ, ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇതേ എനിക്ക് അവകാശപ്പെട്ടതാ. എന്റെ അനിയന്റെ ഭാര്യ നീ. ഞങ്ങളുടെ രക്താ നിന്റെ മക്കളെ ശരീരത്തിൽ കൊടുന്നേ. അതുകൊണ്ട് തന്നെ നിന്നെ എനിക്ക് അവകാശപ്പെട്ടതാ. ഇനി നിനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ കല്യാണം കഴിച്ചോളാടി. നടക്കില്ല, ഒരു കാരണവശാലും നടക്കില്ല. അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരേ. എന്നാലേ നീ വേറെ കല്യാണം കഴിക്കണതേ ഇന്നായിരിക്കും ഒന്ന് കാണണം. ഇതൊരു നടക്കില്ലല്ലോ. നമ്മള് 2 നടക്കൊന്നും ഇല്ലല്ലോ നരിയെ. നമുക്ക് വിളപ്പ് തന്നെ പൊക്കിയല്ല. എന്താ ഭീഷണിയാണോ? എന്നാലൊന്ന് കാണണല്ലോ. ഞാൻ വിവാഹം കഴിക്കാൻ പോണതേ മേലേപ്പൂരിൽ നാരായണനെയാ. തടുക്കാൻ പറ്റും, നിങ്ങളൊന്ന് തടുക്ക്. ഞാൻ ഒന്ന് കാണട്ടെ. ഗൗരി, നീ ആരെ ഭീഷണിപ്പെടുത്തിയാൽ നീ ഓർക്കണം. താൻ പോടോ. പറ. വണ്ടി എടുക്കടാ. കേറാൻ വരട്ടെ. ആളെ ഞാൻ ഇപ്പൊ എന്നെ പരിചയപ്പെടുത്തി തരാം. ഇതാ നാരായണേട്ടൻ. ഞാൻ നാരായണൻ. നമ്മളാദ്യമായിട്ട് കാണുക. ആളെ മനസ്സിലായ? ആളൊരു പുലിയ. ആളെടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടുണ്ടല്ലോ. ഊട്ടി പോലും കിട്ടില്ല. ആളെ കണ്ടിട്ടൊരു ലുക്കില്ലടാ. ലുക്കാ? നിന്റെ ഈ പട്ടായം പോലത്തെ വയറ് ചവിട്ടി പൊളിച്ച് പുറത്തേക്കെടുക്കും. അയ്യോ, നമ്മളില്ലേ. ഞാൻ ഗൗരിയുടെ നേരിട്ട് കണ്ടില്ല എന്നുള്ളൂ. നരേന്ദ്രനല്ലേ? അതെ. നിങ്ങളാണോ ഗൗരീനെ കല്യാണം കഴിക്കാൻ പോണേ? അതെ അതെ. നാളാണ് വിവാഹം വെച്ചിട്ടുണ്ട്. വരണം കേട്ടോ, എല്ലാവരും വരണം കേട്ടോ. ഞാൻ വന്നേനെ, പക്ഷെ നാളെ ഒരു കേസുണ്ട്. എന്തായാലും വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു കേട്ടോ എല്ലാവരോടും. താങ്ക് യു.
ആരുമില്ലേ കൂടെ? ഇല്ല. പരസ്പരം ചന്ദ്രനോട് കാലിടുക, ചാർത്തിക്കോളൂ. പരസ്പരം മാല ചാർത്തിക്കോളൂ കഴുത്തിൽ. പരസ്പരം കരഗ്രഹിച്ച് ഒന്ന് പ്രദക്ഷിണം ചെയ്യൊരു. അമ്മ ഇങ്ങോട്ട് വന്നാ വേഗ. മോള് കല്യാണം കഴിച്ചാ? നന്നായി മോളെ. ഇവര് വിവാഹം കഴിച്ച ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാ. എനിക്ക് സന്തോഷായി. 12 മനുഷ്യനുള്ള സ്വസ്ഥ കൂടി പോയല്ലോ. കേക്കപ്പെട്ടാ ഞാൻ പോവാ, ഇല്ല കാണാം. എന്താ മുഖം വല്ലാണ്ടിരിക്കണേ? ഏട്ടനെന്തായാലും ടെൻഷൻ ഉണ്ടാ? ആളുകളൊക്കെ ടെൻഷൻ ഇല്ലാതെ ഏട്ടൻ ഇങ്ങനെ അവരാരും നോക്കൊന്നും വേണ്ട, സന്തോഷായിട്ടിരിക്കേ, ധൈര്യമായിട്ട് വാ. എത്ര പവർഫുൾ ആയിട്ടുള്ള ആളെ എന്റെ ഏട്ടൻ. ഇങ്ങനെ സ്ട്രെസ് ആവല്ലേ, കൂളായിട്ട് വാ. അയ്യോ മാഷ്. നന്നായി മോളെ, നല്ലത് വരട്ടെ. എന്റെ പ്രാർത്ഥന ഉണ്ടാവും. ഞാൻ നന്നായി വരട്ടെ. വരട്ടെ കേറാൻ വരട്ടെ. പുതുമഴ പെയ്തരാവിൽ ആവണിപ്പൂകൾ വിരിഞ്ഞു. സ്വർഗസുമംഗലി സ്വരരാഗായിക ശരറാന്തൽ വെട്ടത്തിൽ പൊന്നാ. ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഞങ്ങളും ഒരു സർപ്രൈസ് തരാന്ന് വെച്ചിട്ട് തന്നെയായിരുന്നു. ഞങ്ങളുടെ ഗൗരിക്കും നാരായണനും വിവാഹമംഗളാശംസകൾ. മോളെ അമ്മയ്ക്ക് വിളക്ക് കൊടുക്ക്. രണ്ടാളും ഐശ്വര്യമായിട്ട് കയറ്. വലുകാലി വെച്ച് കയറുന്ന നാരായണ. എന്താ നോക്കി പഠിപ്പിക്കണേ? കാലേ തല്ലി പിടിക്കണ പെണ്ണിന് മാത്രം വരാൻ പോക്കും. ഞങ്ങളും ആണുങ്ങൾ തന്നെയാണ്ടാ. ഞങ്ങളും ആണുങ്ങളാണ്. എന്റെ പെണ്ണോട് പറഞ്ഞു അവന്റെ ഒരു പൂശാൻ വരല്ലേ. ഇനി അങ്ങനെ അവളുടെ വീട്ടിൽ നിന്നെ കണ്ടു കഴിഞ്ഞ മുട്ടും കാല് ചവിട്ടി അടിക്കും. നായിന്റെ മോനെ മനസ്സിലായടാ നിനക്ക്? കളിക്ക് മാലറിഞ്ഞു കളിച്ചോളാം, മനസ്സിലായ നായിന്റെ മക്കളെ. കൊതിച്ചൊരു ഗന്ധർവ സംഗീതമേ. അച്ഛാ വരൂ. അമ്മേ വാ, ഐശ്വര്യമായിട്ട് കേറ്. അമ്മേ, അമ്മ പറഞ്ഞതാ ശരി. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ടി കൂടെ ജീവിക്കണം. പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഏത് ഹൃദയങ്ങളും ഒന്നാവണമെന്ന എന്റെ അഭിപ്രായം. അത് ശരിയാ. നാരായണ, വിഷു ഹാപ്പി മാരേജ് ലൈഫ്. പ്രേമിച്ച ചെക്കനെ തന്നെ കിട്ടിയില്ല നമുക്ക്. സന്തോഷായില്ലേ? കെട്ടണെങ്കിൽ പ്രേമിച്ച പെണ്ണിനെ കല്യാണം കഴിക്കണം. അതല്ല എന്റെ ബ്യൂട്ടി. നാരായണേട്ടാ, അച്ഛൻ തീരുന്ന അന്ന് മിന്നും അനൂപും പ്രേമിച്ചു തന്ന സമയത്ത് ഞങ്ങൾ എല്ലാരും എതിർത്തിട്ടും ഈ അച്ഛനെ ഉണ്ടാവുള്ളൂ. എന്റെ മക്കൾക്ക് നല്ലതേ വരൂ.
വസന്തം അച്ഛാ ഈ സെന്തൂരം അമ്മയ്ക്ക് തൊട്ട് കൊടുത്തേ. ആയിരം പൊൻരഥം എഴുന്നള്ളിയാറാട്ട് തങ്കച്ചിലമ്പിൻ ഇതിന്റെ ശാസ്ത്രീയ വശമൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇതേപോലെ തന്നെ കളർഫുൾ ആവട്ടെ നിങ്ങളുടെ ലൈഫ്. ഇനി മക്കൾക്ക് പാല് കുടിക്കാം. ഈ പാല് പോലെ മധുരതരമാവട്ടെ മക്കളുടെ ജീവിതം. നീ അമ്മയുടെ ഒരു ആഗ്രഹമാണ്. സുമംഗലി സ്വരരാഗായിക ശരറാന്തൽ വെട്ടത്തിൽ പൊന്നാട ചുറ്റി സ്വർഗസുമംഗലി സ്വരരാഗായിക ശരറാന്തൽ വെട്ടത്തിൽ പൊന്നാട ഇതുപോലെ മധുരമാവട്ടെ നിങ്ങളുടെ ജീവിതം. സന്തോഷമായി പുഞ്ചിരിച്ചു പുതുമഴ പെയ്തരാവിൽ ആവണിപ്പൂകൾ. അതെ ഈ പാല് ഓറഞ്ച് പോലെ അത്ര നല്ല മധുരം ഒന്നല്ല ലൈഫ്. എന്നാലും ജീവിതത്തിൽ ഒരു കൂട്ട് നല്ലതാ. ആവണിപ്പൂകൾ വിരിഞ്ഞു സ്വർഗസുമംഗലി സ്വരരാഗായിക അല്ല ചെക്കനെന്താ അത്ര നാണം? ചുറ്റി ശരറാന്തൽ വെട്ടത്തിൽ